നീ പറഞ്ഞ സത്യമാണോ? അവൾ ഇവിടെ വന്നിട്ടുണ്ടോ? എടാ ഇന്നലെ രാവിലെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ആ ബ്ലാങ്ക് ആ ടിപ്പു സുൽത്താന്റെ കൊട്ടാരക്കുള്ള സ്ഥലത്തിന്റെ പേരെന്താണ്? ബാംഗ്ലൂർ. അവിടെ നിന്ന് വരുന്ന ബസ് വന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ പുറകെ പോകാൻ പറ്റില്ലല്ലേ? ഇല്ലടാ, ഞാൻ അറിഞ്ഞില്ല ഇവള് വരുന്ന കാര്യം. എത്ര നാളായുള്ള ഇഷ്ടം, പക്ഷെ ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. തുറന്ന് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കണം. ഉണ്ട്, ഞാനൊരു ലെറ്റർ എഴുതും, എന്നിട്ട് അവളുടെ ബുക്കിൽ വെച്ച് കൊടുക്കും. അത് ആരും അറിയാതെ. അപ്പൊ അവളെടുത്ത് വായിക്കും. ആ ഐഡിയ പൊളി. അതെന്ത്? അതങ്ങ് വേസ്റ്റ് ആണ്, കളഞ്ഞേക്ക്. അതെന്ത്? പണ്ട് ഞാൻ ഒരു പെണ്ണ് ഇതേപോലെ സ്നേഹിച്ചിരുന്നു. അവൾക്ക് ലെറ്റർ എഴുതി വെച്ചു. അവള് റേഷൻ കട പോയിട്ട് വരുന്ന വഴിക്ക് റേഷൻ കാർഡിനകത്ത് വെച്ചു കൊടുത്തു. എന്നിട്ട് എന്താവാൻ, ആ റേഷൻ കടക്കാരനെ കെട്ടി അവള് സുഖമായിട്ട് ജീവിക്കുന്നു. എടാ, ഒരു പെണ്ണിന് ഇഷ്ടമാണെന്ന് തോന്നാനും അല്ലെങ്കിൽ ഒരു വണ്ടി ഇടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അവളുടെ ചേട്ടന്റെ ഇടിയിട്ടാനോ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പൊ കൊറോണ വന്നാലോ? ഞാൻ പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞോട്ടെന്ന്. എടാ, സംഭവം നിനക്ക് പറയണോ? എടാ, പക്ഷെ അവള് തിരിച്ചു പറയണ മറുപടി അറിയാൻ വയ്യ. ഒരു കാര്യം ചെയ്യാം, ഒരു ഉറുമ്പിനെ കൊണ്ട് ഘടിപ്പിക്കാം. അതെന്ത്? അറിയാത്തവളെ ചൊറിയുമ്പോ അറിയുമല്ലോ. അവിടുന്ന് എന്തെങ്കിലും ഒരു കാര്യം നീ നൈസ് അങ്ങ് പറഞ്ഞാ മതി. മീനു എപ്പോ എത്തി? ഇന്നലെ എത്തി. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഒരു മിനിറ്റ്. പഠിത്തം എന്ന് പറഞ്ഞ് വിവരമില്ലെന്ന് അറിയിക്കല്ലേ. പിന്നെ സ്റ്റഡീസ്. ഓക്കെ, സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? Yeah, it's going good. You know about the situation of the right now because of the corona. There is no lectures. I won't be coming back. I don't be able to go there. What about you? സമാധാനമല്ലേ ബാപ്പാ? Hello? Come. ബബിൾ കം. Hey, Meenu. നീ ഇവിടെ നിൽക്കണം. അവളുടെ ചേട്ടത്തി അവളോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. നീ ആദ്യം ചെയ്യേണ്ടത് ആ ചേട്ടത്തെ കയ്യിലെടുക്കണം. ആ ചേട്ടത്തെ കയ്യിലെടുക്കാനുള്ള ഒരു ഐഡിയ നീ പറഞ്ഞു തരണം. ഒരുപാട് ഐഡിയ പറഞ്ഞു. ഒരു 2 ഇംഗ്ലീഷും കൂടെ. എനിക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് HSME എന്നാണ്. അത് എവിടുന്ന് പഠിച്ചു? ആ ഫ്രണ്ടിലത്തെ ഫ്ലാറ്റിലുള്ള പ്രൊഫസർ പറഞ്ഞു. ട്യൂഷന് പോണം കേട്ടോ. അല്ല, നീ കുറച്ചു മുന്നേ എന്തോ പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, എന്തോ പറഞ്ഞു. അത് വെള്ളം കൊരണമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് വിറവ് കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. എടി, വെള്ളത്തിന്റെ വിറകിന്റെ നടുക്ക് എന്തോ പറഞ്ഞില്ലേ? കലം വെച്ച് ചോറ് വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ അല്ല, കല്യാണം എന്നോ പ്രായം എന്നോ എന്തൊക്കെ പറഞ്ഞില്ലേ? അത് കല്യാണപ്രായം കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. എന്നെ കണ്ട കല്യാണപ്രായം തോന്നുന്നു. നിന്റെ കാര്യമല്ല, എന്റെ കാര്യമാണ് പറഞ്ഞത്. കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നെന്ന്. ഓ, അല്ലെങ്കിൽ ആരോട് പറയാൻ? ഈ വീട്ടിലെ അടുക്കളയിലെ പുകയും കൊണ്ട് എല്ലാം കൊണ്ട് തുമ്പപ്പൂ കണക്കിരുന്ന പെണ്ണാണ്. നീ ഇങ്ങനെ സെന്റി അടിക്കാതെ ഒരുമാതിരി വൃത്തിയുടെ സംസാരം എന്നോട് പറയരുത്. ആരെയും സെന്റർ എടുത്ത് ഞാൻ അടിച്ചിട്ടില്ല ഞാൻ. എടി, അതല്ല, നിനക്ക് അഫയർ വല്ലതും ഉണ്ടായിരുന്നോ? നിനക്ക് കല്യാണം കഴിക്കാത്ത എന്താന്ന്? അങ്ങനെ ചോദിച്ചാ 16ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ബാബുവല്ല, വേറൊരു പയ്യൻ. എന്നിട്ട് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. അങ്ങനെ കാണാതെ അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമായിരുന്നു. അവസാനം എന്റെ പ്രേമം എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അതൊക്കെ പോട്ടെ, ആരായിരുന്നു ആ പയ്യൻ? കമലഹാസൻ. ആരാ? സിനിമാ നടൻ കമലഹാസൻ. കമലഹാസനോ? കൺമണി, അൻപോട് കാതലൻ, ഞാൻ എഴുത കടിതമേ. അയ്യടാ, കടിതം ഇതറിഞ്ഞാലേ കമലഹാസൻ ഫ്ലൈറ്റ് പിടിച്ചിങ്ങ് വരും. എന്നെ കെട്ടാന്? അല്ല, നിന്നെ തട്ടാൻ. 24 മണിക്കൂർ ഇവിടുത്തെ ജോലി ചെയ്ത് എന്റെ ഊപ്പാട് തിന്ന്. ആരാ? ക്ലാര. ഞാൻ ചോദിച്ചത് തിരിച്ചു പറയാനല്ല ചോദിച്ചത്. പേരാ ചോദിച്ച? ആരാ? പ്ലേരാ ക്ലാര. പ്ലേരാ ക്ലാരയോ? എന്റെ പേരാണ് പറഞ്ഞത്, ക്ലാര. കല്യാണം കഴിച്ചതാണോ? നോക്കുന്നുണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞു. അയ്യേ, എവിടെയാ വീട്? ഇവിടെ അടുത്ത്. രക്ഷപ്പെട്ട്. എന്ത്? ദൂരത്തങ്ങാണായിരുന്നെങ്കിൽ പഴയതുപോലെ മനസ്സിൽ വെച്ച് ഒതുക്കേണ്ടി വന്നേനെ. മനസ്സിലായില്ല. കൺമണി അൻപോട് കാതലൻ ഞാൻ പാടും